ഹലോ. അപ്പോൾ ഏട്ടനൊന്ന് ലീവായത് കാരണം ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് എണീറ്റത്. എണീറ്റുടനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ ഉണ്ടാക്കി കുടിച്ചു. ചായ ഉണ്ടാക്കി കുടിച്ചിരിക്കുമ്പോൾ എന്താണെന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ വിചാരിക്കണം. അപ്പോൾ ഏട്ടൻ മട്ടൻ വാങ്ങിച്ചു കൊടുന്നു. മട്ടൻ വാങ്ങിച്ചു കൊടുന്ന് നേരെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മട്ടൻ മസാല, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളകും കുറച്ച് തൈരും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് മസാല വെനച്ച് വെച്ചു. ഒരു 30 മിനിറ്റ് മസാല വെനച്ച് വെച്ചു. പിന്നെ മസാലയിലേക്ക് വേണ്ട ഒരു 5 ഉള്ളി, 1 കിലോ ഇറച്ചിയായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല നേരം അരിഞ്ഞ് വെച്ച്, ഉള്ളി 2 തക്കാളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ച്, അപ്പോൾ ചോറിലേക്ക് വേണ്ട കുറച്ച് ഉള്ളി എടുത്തിട്ട് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിന്ന് ഒരു പിടി ഉള്ളി എടുത്തു. ഒരു പിടി ഉള്ളി എടുത്തിട്ട് ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ടിട്ട് അത് നന്നായിട്ട് വരുമ്പോൾ വറുത്ത് കോരാറാവുമ്പോൾ അതിലേക്ക് മുന്തിരി ഇട്ടു. അല്ലെങ്കിൽ പിന്നെ മുന്തിരി കരിഞ്ഞു പോകത്തില്ലേ, അപ്പോൾ ലാസ്റ്റ് മുന്തിരി ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചു. പിന്നെ ആ നെയ്യിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ബാക്കിയുള്ള സവാള അരിഞ്ഞതും വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും തക്കാളി ഇട്ടിട്ട് തക്കാളിയും ഉള്ളിയും കൂടി എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ ഉപ്പിടുമ്പോൾ നോക്കണം, നമ്മൾ മട്ടനിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതും കൂടി നോക്കിയിട്ടതിന് ശേഷം അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിൽ മസാല വെച്ച് വെച്ചിട്ടുള്ള മട്ടനെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ അത് വേവിക്കാനുള്ള അതിലേക്കുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 4-5 വിസിലെടുത്ത് വിസിലടുപ്പിക്കാം. അത് വിസിലടിക്കണ നേരം കൊണ്ട് ചോറിലേക്ക് വേണ്ട ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് പെരുംജീരകം, ഒരു 6 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് തൈര് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിടുക. അതിന് വേണ്ട ഉപ്പിട്ടിട്ട് 3 ഗ്ലാസ് അരി എടുത്ത് ആ വെള്ളം തിളയ്ക്കണ നേരം അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും അരി ഇട്ടിട്ട് അവയ്ക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ ആ മട്ടൺ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിനയില, മല്ലിയിലയും കൂടി ഇട്ട് ഭാഗം വേവിച്ചിട്ടുള്ള ചോറും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നേരെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റിൻ്റെ ചെറു തീയിലിട്ടിട്ടും പിന്നെ 15 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ടും നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. അത് തുറന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയെല്ലാം വറുത്തതിട്ടിട്ട് നല്ല അടിപൊളി ബിരിയാണി ആയിട്ടോ റെഡി ആയിട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.